ഗുഡ് മോർണിംഗ്. നമ്മൾ ക്വാണ്ടിറ്റി സർവേയിലെ മൊഡ്യൂൾ 2ലേക്ക് കിടക്കുകയാണ്. മൊഡ്യൂൾ 1 നമ്മൾ റോഡ് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇനി അതുപോലെ ഒരു ബിൽഡിംഗ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഒരു വീടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഓരോ വർക്ക് സ്റ്റേജിലുള്ള വർക്കുകളുടെ ക്വാണ്ടിറ്റി, ഓരോ സ്റ്റേജിലുള്ള വർക്കുകളുടെ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കുന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ മൊഡ്യൂൾ മനസ്സിലാക്കാം. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ മനസ്സിലാക്കുന്നത്, ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യം ഭാഗത്ത് വരുന്ന വർക്കുകൾ, അതായത് നമുക്കിപ്പോൾ എർത്ത് വർക്ക് ചെയ്യണം, ഫൗണ്ടേഷൻ ചെയ്യണം, ബേസ്മെൻറ്റ് ചെയ്യണം, മേസൺറി ചെയ്യണം, സ്ലാബ്, സൺഷെയ്ഡ്, ലിൻഡിൽ, സ്ലാബ്, ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റികളൊക്കെ ചെയ്യണം. ഇങ്ങനെയുള്ള വർക്കുകളുടെ ക്വാണ്ടിറ്റി കാൽക്കുലേഷനാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇനി ഫിനിഷിംഗ് വർക്കായിട്ടുള്ള പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ് പോലുള്ള കാര്യങ്ങളുടെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. രണ്ട് മെത്തേഡുകളാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ്, രണ്ട് സെൻട്രൽ ലൈൻ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ മെത്തേഡ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ലോങ് വാൾ ഷോർട്ട് വാൾ എങ്ങനെയാണ്, സെൻട്രൽ ലൈൻ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സെൻട്രൽ ലൈൻ മെത്തേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈസി ആൻഡ് ക്വിക്കർ മെത്തേഡാണെന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നൊരു മെത്തേഡ് സെൻട്രൽ ലൈൻ മെത്തേഡാണ്. അതിൽ ചെയ്യുന്ന കാര്യം, ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് ആദ്യം കണ്ടുപിടിക്കും. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു റൂമിൻ്റെ മേസൺറി എത്ര മാത്രം നമുക്ക് പടവ് വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ചുമരിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ലൈനിൻ്റെ ലെങ്ത്ത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കാണും. സെൻട്രൽ ലൈൻ ലെങ്ത്ത് കണ്ടതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ബൈ മൾട്ടിപ്ലൈയിങ് സെൻട്രൽ ലൈൻ ലെങ്ത്ത് വിത്ത് ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത്ത് എന്നാണ് പറയുന്നത്. ബ്രെഡ്ത്തും ഡെപ്ത്തുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. അങ്ങനെയാണ് വോളിയത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ അതിൻ്റെ മേസൺറി വർക്കിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ജംഗ്ഷൻസ് വരുന്നത്, അതായത് T ജംഗ്ഷൻസ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. കാരണം അവിടെ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. വീണ്ടും നമ്മളൊരു ഭാഗം കൂടി, ഒരു വാളും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഓവർലാപ്പിംഗ് ഓഫ് ക്വാണ്ടിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു പ്രാവശ്യം കണ്ടുപിടിച്ച ക്വാണ്ടിറ്റിനെ വീണ്ടും നമ്മൾ പിന്നെയും അത് ആഡ് ചെയ്യാനുള്ള സാധ്യത വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ജംഗ്ഷനുകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ലൈനായിട്ടല്ല എടുക്കുക. സെപ്പറേറ്റ് ലോങ് വാളുകളിലും ഷോർട്ട് വാളുകളുടെയും ലെങ്ത്തുകൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ ലെങ്ത്ത് വൈസ് റൂം എടുക്കുകയാണെങ്കിൽ അതിന് നീളം കൂടിയ ഭാഗത്ത് വരുന്ന വാളിനെയാണ് നമ്മൾ ലോങ് വാളെന്നും, നീളം കുറഞ്ഞ ഭാഗത്ത് വരുന്ന വാളിനെ ഷോർട്ട് വാൾ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ലോങ് വാളിൻ്റെ ലെങ്ത്ത് എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ലോങ് വാളിൻ്റെ ലെങ്ത്തും ബാക്കി വരുന്ന പോർഷനിലുള്ള ഷോർട്ട് വാളിൻ്റെ ലെങ്ത്തുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെയും ലോങ് വാളിൻ്റെയും ഷോർട്ട് വാളിൻ്റെയും ലെങ്ത്ത് കണ്ടതിന് ശേഷം അതിൻ്റെ ബ്രെഡ്ത്തുമായിട്ടും ഡെപ്ത്തായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കുള്ള സിംഗിൾ റൂം ബിൽഡിംഗ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ സിംഗിൾ റൂം ബിൽഡിംഗ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ ക്വാണ്ടിറ്റി കാണാമെന്നുള്ള കാര്യം നോക്കാം. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഡയമെൻഷൻസ് 5 മീറ്ററും 4 മീറ്ററുമാണ് ഡയമെൻഷൻസ് എന്നുള്ളത്. അപ്പോൾ ലോങ് വാൾ അലോങ് 5 മീറ്ററും ഷോർട്ട് വാൾ അലോങ് 4 മീറ്റർ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഇന്നർ ഡയമെൻഷനാണ് തന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ക്രോസ് സെക്ഷൻ എ ആൻഡ് എ ഡാഷ് ബി ഡാഷ് ക്രോസ് സെക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. അത് താഴെ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വാളിൻ്റെ തിക്നെസ് 0.3 mm ആണെന്നും ബേസ്മെൻറ്റ് 0.4 mm ആണെന്നും, അതിന് താഴെ ഫൗണ്ടേഷൻ്റെ പാർട്ട് സ്റ്റെപ്പായിട്ടാണ് ഫൗണ്ടേഷൻ വരുന്നത്. അതിൽ താഴെ ഫൂട്ടിങ് വരുന്നുണ്ട്. ഫൂട്ടിങ്ങിൻ്റെ വിടുത്ത് 0.9 മീറ്ററാണ്. അതിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്തിൻ്റെ 0.6 മീറ്ററാണ്. അതിൻ്റെ മുകളിൽ വരുന്നത് 0.5 മീറ്ററാണ്. നമുക്ക് ഡയമെൻഷൻസ് മനസ്സിലാവും, അതിൻ്റെ വിടുത്ത് നമുക്ക് മനസ്സിലാവും. പിന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഈ ഫൂട്ടിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും തിക്നെസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണെന്ന്, അതായത് 0.3 മീറ്റർ ആണെന്ന് തരികയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി എങ്ങനെ കാണാമെന്നുള്ള കാര്യം നോക്കാം. ആദ്യം നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കാണുന്നത്. സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് കാണാൻ വേണ്ടി നമുക്ക് ആദ്യം ടോട്ടൽ സെൻട്രൽ ലൈൻ കാണണം. ഇപ്പോൾ ഇവിടെ 4 ചുമരുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ ചുമരുകളുടെയും സെൻട്രൽ ലൈൻ എടുത്തിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സെൻട്രൽ ലൈൻ കിട്ടും. ഓക്കെ, ഇതൊരു സിമ്പിൾ ഫിഗറാണ്, സിമ്പിൾ പ്ലാനാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നായിട്ട് സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് ഒരു ലോങ് വാളിൻ്റെ സെൻട്രൽ ലൈൻ നമ്മൾ കാണുകയാണ്. ഇതാണ് നമ്മുടെ ലോങ് വാൾ. നമുക്കറിയാം അതിൽ സെൻട്രൽ ലൈനിൻ്റെ ലെങ്ത്താണ് കിട്ടും. നമുക്ക് ഇന്നർ ഡയമെൻഷൻ അറിയാം.
നമുക്ക് ഓൾറെഡി നമ്മളെ പ്ലാനിൽ ഇതാ ഇന്നർ ഡയമെൻഷൻ 5 മീറ്റർ ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതേമാതിരി ഷോർട്ട് സ്പാനിലാണെങ്കിൽ 4 മീറ്റർ ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത് അങ്ങനെ കാണാം. നമുക്ക് ഈ 5 മീറ്ററിന് ലോങ് ആയിട്ടുള്ള സെൻട്രൽ ലൈൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? വാളിൻ്റെ സെൻറ്ററിലേക്ക് കൂടെ പോകുന്ന ലൈൻ, അതാണ് വാളിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും എന്ത് ഫൗണ്ടേഷൻ്റെ. ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫൗണ്ടേഷൻ്റെ എല്ലാം സെൻറ്ററിൽ കൂടെ പോകുന്ന ലൈൻ സെയിം തന്നെ ആയിരിക്കും അല്ലേ. നമ്മൾ ഈക്വലായിട്ട് രണ്ട് സൈഡിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് വാളിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടുപിടിച്ച് അത് തന്നെയായിരിക്കും എല്ലാത്തിൻ്റെയും സെൻട്രൽ ലൈൻ ലെങ്ത്. അപ്പോൾ വാളിൻ്റെ സെൻട്രൽ ലൈൻ നമ്മൾ കാണുകയാണെങ്കിൽ 5 ലോങ് സ്പാനിൽ നമ്മൾ കാണുകയാണെങ്കിൽ 5 മീറ്റർ പ്ലസ് എന്ത് ചെയ്യേണ്ടി വരും? രണ്ട് സൈഡിലേക്കും വാൾ തിക്നെസ്സിൻ്റെ ഹാഫ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ വരെയുള്ള ലെങ്ത്ത് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ എത്ര ആഡ് ചെയ്യേണ്ടി വരും? 0.3/2 പ്ലസ് 0.3/2 രണ്ട് എൻഡുകളിലും നമ്മൾ 0.3/2 ആഡ് ചെയ്യേണ്ടി വരും. അതായത് 0.3 നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5.3 എന്നുള്ള വാല്യൂ എന്ത് കിട്ടും? 5.3 എന്നുള്ള വാല്യൂ ലോങ് സ്പാനിലെ സെൻട്രൽ ലൈൻ ലെങ്ത് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ രണ്ട് ലോങ് സ്പാനുകളുണ്ട്. അത് സെയിം ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് സ്പാനിലെ സെൻട്രൽ ലൈൻ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് എത്രയായിരിക്കും? അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നർ ഡയമെൻഷൻ 4 മീറ്റർ പ്ലസ് വാൾ തിക്നെസ്സിൻ്റെ ഹാഫ് രണ്ട് സൈഡിലേക്കും ആഡ് ചെയ്യുക. അപ്പോൾ എത്രയായിരിക്കും? 4.3 അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. എത്രയാണ്? 4.3 ആണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ട് ലോങ് വാളിനും ഷോർട്ട് വാളിൻ്റെയും സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിച്ചു 5.3 ആൻഡ് 4.3. അപ്പോൾ നമുക്ക് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? എല്ലാ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കൂടി ആഡ് ചെയ്യുക. 5.3 പ്ലസ് 5.3 പ്ലസ് 4.3 പ്ലസ് 4.3 19.2 മീറ്റർ എന്ന് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നമ്മൾ ക്വാണ്ടിറ്റി കാണുകയാണെങ്കിൽ ഈ സെൻട്രൽ ലൈൻ ലെങ്ത്തിന് ലോങ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ത്രൂ ഔട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ സെൻട്രൽ ലൈൻ എടുത്തു, അതിൻ്റെ വിഡ്ത്ത് ആൻഡ് ഡെപ്ത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ക്വാണ്ടിറ്റി കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഏറ്റവും ബേസിലുള്ള PCCൻ്റെ വിഡ്ത്താണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് 0.9 മീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 0.9 മീറ്ററിലുള്ള ഒരു ബോർഡറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ആ 0.9 മീറ്ററുള്ള ഭാഗം ഷെയ്ഡ് ചെയ്ത് കാണിച്ചപ്പോൾ അത്രയും ഭാഗത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു കോർണറിൽ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ലോങ് വാളിനെ ലോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോങ് വാളിനെ ലോങ് ആയിട്ടുള്ള സെൻട്രൽ ലൈനിൽ നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ പോർഷൻ ഇത് ഓവർലാപ്പായിട്ട് ഷോർട്ട് വാളിനെ ലോങ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത്ത് വരുമ്പോൾ ആ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്സ്ട്രാ പോർഷൻ നമ്മൾ 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ അതിന് പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. കാരണം എന്താ? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഭാഗത്ത് കണ്ടോ ആ എക്സ്ട്രാ ആ വെളുപ്പ് കളറിൽ കൊടുത്തിരിക്കുന്ന പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നതിന് പകരമായിട്ട് ഒരു ഭാഗം നമ്മൾ എടുക്കാതെ വിടുന്നു. അതുകൊണ്ട് നമ്മളവിടെ പ്രത്യേക കൺസിഡറേഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഷേപ്പിൽ വരുന്ന ജംഗ്ഷൻസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് നമുക്ക് 2 റൂം ബിൽഡിങ്സിൻ്റെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? T ജംഗ്ഷൻ്റെ കേസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ T ജംഗ്ഷൻസ് ഒന്നും വരാത്ത കേസിൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സെൻട്രൽ ലൈൻ ലെങ്ത്ത് എടുക്കുക. നമുക്കിവിടെ കിട്ടി ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് എത്ര കിട്ടി? 19.2 ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ക്വാണ്ടിറ്റി കാണുന്നത് എങ്ങനെ നോക്കാം. നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ക്വാണ്ടിറ്റി വിഡ്ത്ത് എത്രയാണ്? 0.9 മീറ്ററാണ്. നമ്മൾ താഴെയുള്ള PCCയാണ് കാണുന്നത്. 0.9 മീറ്ററാണ് വിഡ്ത്ത് നമുക്കറിയാം. അപ്പോൾ വിഡ്ത്ത് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ചെയ്താൽ ഡെപ്ത്ത് എത്ര എഴുതും? 0.3 മീറ്റർ ആണെന്ന് നമുക്കറിയാം. അത് ചെയ്താൽ നമുക്ക് നേരെ എന്ത് കിട്ടും? ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫൗണ്ടേഷൻ ഈക്വൽ ടു എന്തായിരിക്കും? 19.2 ഇൻറ്റു 0.9 ഇൻറ്റു 0.3 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബൈ സെൻട്രൽ ലൈൻ മെത്തേഡ്. അപ്പോൾ ഒറ്റ മൾട്ടിപ്ലിക്കേഷനിൽ തന്നെ എന്ത് ചെയ്തു? നമ്മൾ ടോട്ടലായിട്ടുള്ള ഫൗണ്ടേഷൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഓരോരോ വാളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് സെൻട്രൽ ലൈൻ മെത്തേഡിൻ്റെ പ്രത്യേകത. നമുക്ക് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് നോക്കാം. ഇതേ കാര്യം നമ്മൾ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 2 വാളുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന് ലോങ് വാളാണ്, ഒന്ന് ഷോർട്ട് വാളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലോങ് വാളിൻ്റെ ക്വാണ്ടിറ്റി കാണുകയാണ്, ലോങ് വാളിനെ ലോങ് ആയിട്ട്. അപ്പോൾ ലോങ് വാളിൻ്റെ ലോങ് ആയിട്ട് നമ്മൾ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസാണ് കാണുക ലോങ് വാളിൻ്റെ. അപ്പോൾ എങ്ങനെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് കാണുക? ഇപ്പോൾ നമുക്കറിയാം ലോങ് വാളിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമുക്കറിയാം എത്രയായിരുന്നു? 5.3 ആയിരുന്നു. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വാളിനെ ലോങ് ആയിട്ടുള്ള സെൻട്രൽ ലൈൻ ലെങ്ത്ത്. ഇനി അതിന്ന് എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? സ്വാഭാവികമായിട്ടും ഈ എൻഡിലെ ഗ്യാപ്പ് കിട്ടണമെങ്കിൽ, അതായത് സെൻട്രൽ ലൈനിൽ നിന്ന് എൻഡ് വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? എത്രയാണോ നമ്മൾ ക്വാണ്ടിറ്റി കാണുന്ന സാധനത്തിൻ്റെ വിഡ്ത്ത് അതിൻ്റെ ഹാഫ് വരെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടി? ഹാഫ് ആഡ് ചെയ്യേണ്ടി വരും. ഈ ഭാഗത്തും എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഹാഫ് വിഡ്ത്ത് ഓഫ്
നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാധനത്തിൻ്റെ വിടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇവിടെ എത്രയാണ് വിടുത്ത്? 0.9 ആണ്. 0.9ൻ്റെ ഹാഫ് രണ്ട് സൈഡിൽ ആഡ് ചെയ്യേണ്ടി വരും. അതായത് സെൻട്രൽ ലൈൻ ലെങ്ത്തിനോട് കൂടി ഒരു വിടുത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അതായത് എത്രയാണ്? 5.3 + 0.9 നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് 6.2 എന്നുള്ള വാല്യൂ കിട്ടും. അതായിരിക്കും എന്ത്? ലോങ് വാളിൻ്റെ ലെങ്ത്തായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും വരെയുള്ള ലോങ് വാൾ കൺസിഡർ ചെയ്തു. ഇത്രയും ഭാഗത്ത് നമ്മൾ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും ഭാഗത്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ആ ലോങ് വാൾ വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനത്തെ എത്ര ലോങ് വാൾ ഉണ്ട്? അങ്ങനെ 2 ലോങ് വാളുകളുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഷോർട്ട് വാൾ എടുക്കുമ്പോൾ നോക്കുക. ഷോർട്ട് വാൾ എടുക്കുമ്പോൾ എന്താ വരുന്നത്? ഷോർട്ട് വാളിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് ഏത് മുതലാകാം? ഈ പോയിൻ്റ് മുതൽ സെൻട്രൽ ലൈൻ ഇതുവരെ എന്തുണ്ട്? സെൻട്രൽ ലൈൻ ലെങ്ത്ത് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ച് പോർഷൻ ഇവിടെ വരുന്ന ഈ പോർഷൻ ഓൾറെഡി നമ്മൾ എവിടെ എടുത്തു കഴിഞ്ഞു? ലോങ് വാളിൽ എടുത്തു കഴിഞ്ഞു. ഇനി ആ പോർഷൻ്റെ കൂടി ക്വാണ്ടിറ്റി നമ്മൾ കാണേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം എന്താ? അത് ഓൾറെഡി നമ്മൾ ലോങ് വാളിൻ്റെ കൺസിഡറേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത്രയും ഭാഗം നമ്മളിനി കുറയ്ക്കണം അല്ലേ? അപ്പോൾ ഷോർട്ട് വാളിൻ്റെ ലെങ്ത്ത് എങ്ങനെ കിട്ടും? ഷോർട്ട് വാളിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് എത്രയായിരുന്നു? 4.3 ആയിരുന്നു. ആ 4.3ൽ രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും വിഡ്ത്ത് ഓഫ് വാള് നമ്മൾ എടുക്കുന്ന ഭാഗം, ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷനെ എടുക്കുന്നത് അതിൻ്റെ 0.9 ആണ് വിടുത്തെങ്കിൽ രണ്ട് സൈഡിലും 0.9ൻ്റെ ഹാഫ് നമ്മൾ മൈനസ് ചെയ്യണം. അതായത് ഒരു 0.9 നമ്മൾ മൈനസ് ചെയ്യണം. രണ്ട് സൈഡിൽ ഹാഫ് ആകുമ്പോൾ അതൊരു 0.9 ആയിരിക്കും, ഒരു വാല്യൂ ആയിരിക്കും അല്ലേ? രണ്ട് ഹാഫ് ആഡ് ചെയ്താൽ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഷോർട്ട് വാൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഷോർട്ട് വാളിന് ലോങ്ങായിട്ടുള്ള സെൻട്രൽ ലൈൻ ലെങ്ത്തിനോട് കൂടി നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. വിഡ്ത്ത് ഓഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഭാഗത്തിൻ്റെ വിഡ്ത്ത് നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടതെന്നുള്ള ആലോചിക്കാം. അപ്പോൾ നമുക്കിവിടെ ഷോർട്ട് വാൾ ലെങ്ത്ത് കിട്ടും. എത്ര? 4.3 - 0.9 3.4 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? ക്വാണ്ടിറ്റി കാണാൻ സാധിക്കും. എങ്ങനെ ക്വാണ്ടിറ്റി കാണാം? ഇവിടെ ലോങ് വാളിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചു 6.2 ഇൻറ്റു ഇതാണ് 6.2 ടോട്ടൽ ലെങ്ത്ത്. 6.2 ഇൻറ്റു അതിൻ്റെ വിടുത്ത് ഇൻറ്റു അതിൻ്റെ ഡെപ്ത്ത് ചെയ്താൽ നമുക്ക് അവിടെ ലോങ് വാളിന് ലോങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കാണാം. അങ്ങനെ എത്ര ലോങ് വാളുകളുണ്ട്? 2 ലോങ് വാളുകളുണ്ട്. അപ്പോൾ നമ്മൾ താഴെ എഴുതാം എന്താണ്? ടോട്ടൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു 2 ഇൻറ്റു 6.2 ഇൻറ്റു 0.9 ഇൻറ്റു 0.3. 0.3 എന്താണ്? എൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ എൻ്റെ ഹൈറ്റ്. അപ്പോൾ 2 ഇൻറ്റു 6.2 ഇൻറ്റു 0.9 ഇൻറ്റു 0.3 ചെയ്താൽ നമുക്കിത് കിട്ടും. ലോങ് വാളിന് ലോങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടും. ഇനി പ്ലസ് എന്ത് ചെയ്യണം? ഷോർട്ട് വാളിൻ്റെ ക്വാണ്ടിറ്റി കൂടി വേണം. ഷോർട്ട് വാളിൻ്റെ ലെങ്ത്ത് എത്രയാണ് നമുക്ക് കിട്ടിയത്? ഷോർട്ട് വാളിൻ്റെ ലെങ്ത്ത് 3.4 ആണ്. അങ്ങനത്തെ എത്ര ഷോർട്ട് വാളുകളുണ്ട്? ഒന്ന് ഇവിടെയുണ്ട് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 3.4 ഇൻറ്റു 0.9 ഇൻറ്റു 0.3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഷോർട്ട് വാളിന് ലോങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് അടുത്തൊരു ഇത് നോക്കാം. നമ്മൾ വീണ്ടും സെൻട്രൽ ലൈൻ മെത്തേഡിലേക്ക് വരികയാണ്. പക്ഷേ നമ്മൾ ഏറ്റവും ബോട്ടം പോർഷനിലുള്ള ഫൗണ്ടേഷൻ്റെ ഭാഗമല്ല കാണുന്നത്, അതിൻ്റെ തൊട്ട് മുകളിൽ അവിടെ വിടുത്ത് എത്രയും മാറി? 0.6 ആയി അല്ലേ? അവിടെ 0.6 ആണ് വിടുത്തെന്ന് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. അപ്പോൾ ആ 0.6 വിടുത്തുള്ള RR മേസൺട്രിയാണ് അവിടെ കൊടുക്കുന്നത് കൺസിഡർ ചെയ്യുക. 0.6 വിടുത്തുള്ള RR മേസൺട്രിയുടെ ക്വാണ്ടിറ്റി കാണുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ആദ്യം സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ചിട്ടാണ് കാണുന്നത്. സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമ്മൾ മാറുന്നുണ്ടോ? ഇല്ല, ആ ലെങ്ത്ത് മാറുന്നില്ല. സെൻട്രൽ ലൈൻ ലെങ്ത്ത് എപ്പോഴും അതുതന്നെയാണ് വരുന്നത് അല്ലേ? എവിടെ ഇതിൽ T ജംഗ്ഷൻ ഒന്നും വരാത്തത് കൊണ്ട്. അപ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമ്മൾ മുന്നേ കണ്ടുപിടിച്ച പോലെ തന്നെ 19.2 ആണ്. ഇനി നമ്മൾ ക്വാണ്ടിറ്റി കാണുമ്പോൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. എന്താണ്? അവിടെ വിടുത്തിൻ്റെ വാല്യൂ മാറുന്നുണ്ട്. എത്ര വിടുത്ത്? 0.6 ആണ്. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര ഉണ്ടാവുക? സെൻട്രൽ ലൈൻ ലെങ്ത്ത് ഇൻറ്റു 19.2 ഇൻറ്റു 0.6 ഇൻറ്റു 0.3 ആയിരിക്കും അവിടെ ക്വാണ്ടിറ്റി. ആ ഒരു വ്യത്യാസമാണ് അവിടെ വരുന്നത്. ഇനി ഇതേ വാല്യൂ 0.6 വിടുത്തുള്ള ഇതിൻ്റെ വാല്യൂ നമ്മൾ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ കാണുകയാണെങ്കിൽ അവിടെ ലോങ് വാളിൻ്റെ ലെങ്ത്ത് മാറുമോ? ലോങ് വാളിൻ്റെ ലെങ്ത്ത് നമ്മൾ വേറെയാണ് കൺസിഡർ ചെയ്യുക. അതെ, എന്താ ലോങ് വാളിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? സെൻട്രൽ ലൈൻ ലെങ്ത്ത് പ്ലസ് എത്രയാണോ വിടുത്ത് ഓഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഭാഗം. എത്രയാണ് വിടുത്ത്? ഇവിടെ 0.6 ആണ്. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ലോങ് വാളിൻ്റെ ലെങ്ത്ത് ഈക്വൽ ടു എത്രയാണ്? 5.3 എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ ലെങ്ത്താണ്. 5.3 + 0.6 5.9 ആണ് അവിടെ ലോങ് വാളിൻ്റെ ലെങ്ത്ത് ആയിട്ട് എടുക്കേണ്ടത്. ഷോർട്ട് വാളിന് എന്തായിരിക്കും? ഷോർട്ട് വാളിൻ്റെ 4.3 മൈനസ് 0.6 ഈക്വൽ ടു 3.7 ആണ് നമ്മൾ എടുക്കേണ്ടത്. നേരത്തെ നമ്മൾ 4.3നോട് 0.9 മൈനസ് ചെയ്തത്. എന്തുകൊണ്ടായിരുന്നു? അവിടെ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ 0.9 ആയിരുന്നു. പിന്നെ സ്റ്റെപ്പ് നമ്മൾ മുകളിലേക്ക് കയറി അവിടെ എത്രയായിരുന്നു വിടുത്ത്? 0.6 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 0.6 കുറച്ചത്. പിന്നെയുള്ള ഭാഗം എന്താ? ടോട്ടൽ ക്വാണ്ടിറ്റി കാണുന്നത് സെയിം തന്നെ. ഇതേപോലെ തന്നെ ലോങ് വാളിന് എന്താണ്?
2 ഇൻറ്റു ലോങ് വാളിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടി 5.9, 2 ഇൻറ്റു 5.9 ഇൻറ്റു വിഡ്ത്ത് എത്രയായിരുന്നു 0.6 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 0.3 തന്നെയാണ് 0.3 പ്ലസ് എന്തായിരിക്കും ഷോർട്ട് വാളിന് ലോങ് ആയിട്ടുള്ള എത്ര ഷോർട്ട് വാളുണ്ട് 2 2 ഇൻറ്റു 3.7 ഇൻറ്റു 0.6 ഇൻറ്റു 0.3 ചെയ്യുമ്പോൾ ഷോർട്ട് വാളിന് ലോങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് ഉപയോഗിച്ചിട്ടും നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണ് അതിൻ്റെ മുകളിലൊരു സ്റ്റെപ്പും കൂടി വരുന്നുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് എത്രയാണ് പറയുന്നത്? അതിൻ്റെ വിഡ്ത്ത് വരുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിൽ സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ബ്രിക്കിൻ്റെ ക്വാണ്ടിറ്റി കാണാം. അതായത് ചുമരിൻ്റെ എത്ര ചുമര് പടുക്കാൻ എത്ര ക്വാണ്ടിറ്റി വേണം നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് കാണുകയാണെങ്കിൽ ചുമരിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കാണാൻ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ വിഡ്ത്ത് എത്രയാണ് നമുക്കറിയാം. എത്രയായിരുന്നു വിഡ്ത്ത്? 0.3 ആണ് വിഡ്ത്ത് അല്ലേ, 0.3 ആണ് വിഡ്ത്ത്. അപ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത്ത് മെത്തേഡ് വെച്ച് കാണുകയാണെങ്കിൽ സെൻട്രൽ ലൈനിൻ്റെ ലെങ്ത്ത് മാറുന്നുണ്ടോ? ഇല്ല, സെയിം തന്നെയാണ്. 19.2 തന്നെയാണ് സെൻട്രൽ ലൈനിൻ്റെ ലെങ്ത്ത്. അതേ ഇൻറ്റു എന്ത് ചെയ്യണം? വിഡ്ത്തിൻ്റെ വാല്യൂ മാറി. വിഡ്ത്ത് എത്ര ഇവിടെ 0.3 വിഡ്ത്തുള്ള സംഗതിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതെന്തായിരുന്നു? മേസൺട്രിയാണ്. അപ്പോൾ 19.2 ഇൻറ്റു 0.5 ഇൻറ്റു എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ ഡെപ്ത്ത് എത്ര എടുക്കേണ്ടത് വെച്ചാൽ അപ്പോൾ ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഹൈറ്റ് എത്ര ഉയരത്തിലാണ് ചുമര് വരുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. 3.5 മീറ്ററിലാണ് ചുമര് വരുന്നത്. അതുകൊണ്ട് ഇൻറ്റു 3.5 ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ചുമരിൻ്റെ ക്വാണ്ടിറ്റിയും കാണാൻ സാധിച്ചു. ഓക്കെ, ഇനി സെയിം ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് ഉപയോഗിച്ചാൽ കാണുക വെച്ചാൽ നമ്മൾ വീണ്ടും ഇതേമാതിരി ലോങ് വാളിൻ്റെ അളവ് കാണാം. ലോങ് വാളിൻ്റെ അളവ് എങ്ങനെയാണ് കാണുക? ലോങ് വാളിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് പ്ലസ് എത്രയാണ് നമ്മൾ എടുക്കുന്ന ഭാഗത്തിൻ്റെ വിഡ്ത്ത് എത്രയായിരുന്നു? വിഡ്ത്ത് 0.3 അല്ലേ. അപ്പോൾ 5.3 പ്ലസ് 0.3 ഉണ്ടാവുക 5.6 ആണ് വരിക. ഷോർട്ട് വാളിൻ്റെ ലെങ്ത്തോ 4.3 മൈനസ് 0.3 അത് 4 മീറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ മുന്നേ കൺസിഡർ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഹൈറ്റ് എത്രയാണ് വരുന്നത്? ഹൈറ്റ് ഓഫ് വാൾ എന്ന് പറഞ്ഞാൽ 3.5 മീറ്റർ ആണ്. അപ്പോൾ ഡെപ്തിന് പകരം 0.3ക്ക് പകരം നമ്മൾ 3.5 മീറ്റർ ആണ് കൊടുക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഷോർട്ട് വാൾ ലോങ് വാൾ മെത്തേഡും അതേപോലെ സെൻട്രൽ ലൈൻ മെത്തേഡ് തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി സെൻട്രൽ ലൈൻ മെത്തേഡിൽ നമുക്ക് ടി ജംഗ്ഷനൊക്കെ വരുന്ന ഭാഗം ടി ജംഗ്ഷൻസൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ അവിടെ കൊടുക്കണം നമ്മൾ പറഞ്ഞിരുന്നു. ആ ഭാഗം എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.